Hi friends, today we are going to discuss about the textual questions and answers of the best investment I ever made. അല്ലെ, AJ ക്രോണിന്റെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡിന്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു കം അക്രോസ് എനി പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. അല്ലെ, നമ്മൾ ഈ ഒരു വേർഡ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? വെറുതെ ശല്യം ചെയ്ത് സംസാരിക്കുക. അല്ലെ, നമ്മൾ അപരിചിതരായിട്ടുള്ള ആളുകളോടൊക്കെ ചില സമയത്ത് നമ്മൾ ബസ് സ്റ്റോപ്പ്, കല്യാണം, പൊതുവായിട്ടുള്ള മീറ്റിംഗ്സുകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ കൂടുമ്പോൾ ചില ആളുകൾ ഒന്നോ രണ്ടോ സംസാരിച്ചു കഴിഞ്ഞാൽ പോവില്ല, പിന്നെയും പിന്നെ ഇങ്ങനെ തോണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെ, വെറുതെ അങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒക്കെ വെറുതെ അങ്ങനെ നിർത്താതെ വീണ്ടും ഒരാൾക്ക് ശല്യമാവുന്ന രീതിക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? നിങ്ങൾക്ക് എന്താണ് അപ്പൊ ഫീൽ ചെയ്തത് എന്നാണ് ചോദ്യം. ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ പലപ്പോഴും പല സമയത്തും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളരെ മനോഹരമായിട്ട് എഴുതാം. ഓക്കെ, നോക്കാം ഇവിടെ. Yes, I have come across a person with importunate behavior. അല്ലെ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ, അങ്ങനെ വെറുതെ പറഞ്ഞ് ശല്യം ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. I don't like such irritating people. എനിക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളെ ഇഷ്ടമില്ല. ഓക്കെ, once I met a man on my way to Calicut. ഒരു ദിവസം ഞാൻ കാലിക്കറ്റിലോട്ട് പോകുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ആ വ്യക്തിയെ മീറ്റ് ചെയ്തത്. He was only a fellow traveler in the bus. അല്ലെ, ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തിയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്നത്. He introduced himself to me. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? അടിച്ചു കയറിയിട്ട് എന്നോട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. After a formal talk also, he continued to his talkativeness. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അങ്ങോട്ടും ചെറിയ മറുപടിയൊക്കെ കൊടുത്തു. പിന്നെയും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. He asked me several questions including my personal matters. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു, പ്രത്യേകിച്ച് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ, എന്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ വരെ ചോദിച്ചു. I was feeling sleepy. എനിക്ക് ഉറക്കം വരികയായിരുന്നു. Ever though try to avoid from he was not ready to leave me alone. അല്ലെ, അങ്ങനെ വരെ ഞാൻ ട്രൈ ചെയ്തിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തില്ല? എന്നെ വെറുതെ വിട്ടില്ല. At last when he stepped down the midway, I felt on the way, അദ്ദേഹം ഇറങ്ങി പോയപ്പോഴാണ് I felt relief and continue my journey easily. അല്ലെ, ഇറങ്ങി പോയപ്പോഴാണ് ഒരു സമാധാനമായതും എന്റെ ജേണി ഞാനൊന്ന് സമാധാനമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്തത്. ഇതെന്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വല്ല പ്രോഗ്രാമിനൊക്കെ എവിടെയെങ്കിലും പോയിരുന്നപ്പോഴുള്ള എക്സ്പീരിയൻസ്, ചിലപ്പോൾ വല്ല മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾ വെറുതെ വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അല്ലെ, അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. Then second question, why was the narrator not interested in the man who was watching him? Okay, നരേറ്റർക്ക് എന്തുകൊണ്ടാണ് ആ വ്യക്തിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞത്? അദ്ദേഹത്തെ ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളോട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റോ താല്പര്യമോ ഒന്നും വരാഞ്ഞത്? ബിക്കോസ് നരേറ്റർ വാണ്ടഡ് ടു റെസ്റ്റ്. അതാണ് അല്ലെ, നമ്മുടെ നരേറ്ററിന് എന്ത് വേണം? റെസ്റ്റ് എടുക്കണം. അല്ലെ, അദ്ദേഹത്തിന് ഇപ്പൊ വേണ്ടത് എന്താണ്? ഒന്ന് റിലാക്സ് ആയി പോയി റെസ്റ്റ് എടുക്കാം. ടു അവോയ്ഡ്, എന്തിനു വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ആണ് മെയിൻ ആയിട്ടത്? ടു അവോയ്ഡ് ദ ബോർഡം ഓഫ് ദ കാഷ്വൽ. അല്ലെ, ബോർഡം ഓഫ് കാഷ്വൽ ആൻഡ് ടെഡിയം എന്നാണ് നമ്മുടെ വേർഡ്. അല്ലെ, ടെഡിയം എന്നാണ് ബോർഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, അല്ല ബുക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടെഡിയം ഓഫ് കാഷ്വൽ ആൻഡ് അനോയിങ് ദ ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. അല്ലെ, ഈ ഷിപ്പിലുള്ള ആളുകളുടെ അടുത്ത് നിന്നുള്ള ഇമ്പോർച്ചുനേറ്റ് ആയിട്ടും ടെഡിയം ആയിട്ടുള്ള ഒരു നിരാശ എന്നല്ല പറയുന്നത്, ബോറിംഗ് ആയിട്ടുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ, മറ്റുള്ളവരുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കണം എന്നാണ് നരേറ്ററുടെ മൈൻഡിലുണ്ടായിരുന്നത്. ക്ലിയർ?
The narrator observed the man and described him in vivid terms. How did they describe? അല്ലെ, ഇടയ്ക്ക് നല്ല വൃത്തിയായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് നരേറ്റർ ആദ്യം പറയുന്നത് എന്താണ്? കോംപ്ലക്ഷൻസ്, കളർ ആണ് അല്ലെ, കളർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വൈറ്റ് ആണെന്നുള്ളത്. ദെൻ ഐസ്, ബ്ലൂ ഐസിനെ കുറിച്ച് പറയുന്നുണ്ട്. തിൻ ഹെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡ്രസ്സിങ് അല്ലെ, അദ്ദേഹത്തിന്റെ ഡ്രസ്സിലെ നിറച്ച ആ ഒരു കോട്ടിനെ കുറിച്ചും സോബർ ടൈനെ കുറിച്ചും റിംലെസ് സ്പെക്ടാക്കിൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദെൻ ഡിസ്പോസിഷൻ, അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള ഗൗരവക്കാരനായിട്ടുള്ള ആ ക്യാരക്ടറിനെ കുറിച്ചും പറയുന്നുണ്ട്. ക്ലിയർ? ഇത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. The narrator described him as a man of early 40s, rather short in build. അല്ലെ, അത്യാവശ്യം ഹൈറ്റ് ഒക്കെ കുറവുള്ള 40കളിൽ എത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വിത്ത് എ ഫയർ കംപ്ലക്ഷൻസ്, നല്ല വെളുത്ത നിറം, ആൻഡ് എ ക്ലിയർ ബ്ലൂ ഐസ്. ഓക്കെ, his thin hair had begun to reside from his forehead. അദ്ദേഹത്തിന്റെ ഫോർഹെഡിൽ നിന്നും മുടി ബാക്കിലോട്ട് പോയിട്ടുണ്ട്, അദ്ദേഹം കഷണ്ടി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. Then his dark suit, അദ്ദേഹത്തിന്റെ ഡാർക്ക് സൂട്ട്, അതുപോലെ സോബർ ടൈ ആൻഡ് ദ റിംലെസ് സ്പെക്ടാക്കിൾസ്, അല്ലെ, അദ്ദേഹത്തിന്റെ നരച്ച കോട്ടും അതുപോലെ കളർ കുറഞ്ഞിട്ടുള്ള ടൈയും അതുപോലെ മഞ്ഞയുള്ള കണ്ണടയും എല്ലാം അദ്ദേഹത്തിന് എന്താണ് കൊടുക്കുന്നത്? ഒരു സീരിയസ് ആയിട്ടുള്ള റിസർവ്ഡ്, അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കുറച്ചൊരു ഗൗരവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചായയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ക്ലിയർ? What made the narrator notice the fellow voyage the next day? അടുത്ത ദിവസം നാരേറ്റർ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ സഹയാത്രികൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ് ചെയ്യുന്നത്? Because the fellow voyager and his wife were watching him earnestly from the deck. അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അടുത്ത ഡേയിൽ അദ്ദേഹത്തിന്റെ വൈഫും ഡെക്ക് ചെയറിൽ ഇരുന്നിട്ട് ഇദ്ദേഹത്തെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാണ്, വളരെ എന്താ പറയാ കാര്യമായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാണ്. Fifth question. What was the purpose of the visit of the voyage and his wife to America? എന്ത് പർപ്പസ് ആണ്, എന്ത് ലക്ഷ്യത്തിലാണ് നമ്മുടെ ഈ സഹയാത്രികനും അദ്ദേഹത്തിന്റെ വൈഫും അമേരിക്ക വിസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദ്യം. Their purpose was to inspect many of the recreational camps for young people. അല്ലെ, നമ്മുടെ ഉല്ലാസ ക്യാമ്പുകൾ, അല്ലെ, വെക്കേഷൻ ഉല്ലാസ ക്യാമ്പുകൾ ആർക്ക് വേണ്ടിയിട്ടുള്ള? യങ് ആയിട്ടുള്ള യൂത്തിന്റെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള സമാധാനപരമായിട്ടുള്ള റിക്രിയേഷണൽ ഉല്ലാസം കൊടുക്കുന്ന റിക്രിയേഷൻസ് ക്യാമ്പുകൾ അന്വേഷിച്ചു കൊണ്ടാണ് അവർ പോകുന്നത്. They had to visit a settlement house in New York and other cities to study the method employed in dealing with cases backward, maladjust and delicate youth. അല്ലെ, അവർ പിന്നെ എന്തിനും കൂടെ പോകുന്നത്? ടു സ്റ്റഡി ദ മെത്തേഡ് ഓഫ് ഡീലിംഗ് വിത്ത് ദ കേസസ് ഓഫ്, അവരെന്ത് ചെയ്യാണ്? അവർ സ്റ്റഡി ചെയ്യാൻ പോവാണ് എങ്ങനെയുള്ള ബാക്ക്വേർഡും അതുപോലെ മാലഡ്ജസ്റ്റഡും മാനസികവും ശാരീരികവുമായിട്ടും അതുപോലെ പല പല കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന് സ്റ്റഡി ചെയ്യാനും, അതേപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിപ്പിക്കുന്ന സെറ്റിൽമെന്റ് ഹൗസുകൾ ഉണ്ടാവും അവരുടെ നാട്ടിലുള്ള അങ്ങനെയുള്ള സെറ്റിൽമെന്റ് ഹൗസുകളൊക്കെ വിസിറ്റ് ചെയ്യാനും റിക്രിയേഷണൽ ക്യാമ്പുകളെ കുറിച്ച് അറിയാനും ഇങ്ങനെയുള്ള ഒരുപാട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് അവര് അമേരിക്ക വിസിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സിക്സ്ത് ക്വസ്റ്റ്യൻ. I found myself liking him instinctively. Why? അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് ഒരു മടുപ്പുണ്ടായിരുന്നു. ഐ മീൻ താല്പര്യമില്ലായ്മ, പെട്ടെന്ന് അത് മാറിയിട്ട് ഒരു ഇഷ്ടമായിട്ട് മാറി. അല്ലെ, ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടം വന്നു എന്നാണ് പറയുന്നത്. ഇഷ്ടം വന്നു, എങ്ങനെ, എന്തുകൊണ്ട്? ഓക്കെ. The author was impressed by the young man's dedicated work for the maladjusted and the delicate. അല്ലെ, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥയും വളരെയധികം ഊർജ്ജസ്വലതയോട് കൂടിയിട്ടും അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടിയിട്ടുമുള്ള അദ്ദേഹത്തിന്റെ വർക്ക് കണ്ടപ്പോ, എന്ത് വർക്ക്? ഡെലിക്കന്റ് ആയിട്ടും മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ടും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ജോലിയെ കുറിച്ച് കേട്ടപ്പോ, അദ്ദേഹത്തിന് ആ ആത്മാർത്ഥത കണ്ടപ്പോൾ ആണ് ഇദ്ദേഹത്തോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. ക്ലിയർ?
Then 7th question. What did Cronin learn about the man after questioning him further? വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോ എന്താണ് AJ ക്രോണിൻ അദ്ദേഹത്തെ കുറിച്ച് ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയല്ലോ അല്ലെ, അതെന്താണെന്നാണ് ചോദിച്ചത്. The man was by profession a solicitor and he was also acting as a director of the charitable organization devoted to the care of boys and girls, mostly from city slums who had fallen under the ban of law. Okay. ബാൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നിയമങ്ങൾക്കെതിരെയുള്ള അപകടങ്ങളിലൊക്കെ പോയി പെട്ടുപോകുന്ന ചേരികളിലൊക്കെ ഉള്ള കുട്ടികളുടെ, ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒക്കെ പുരോഗമനങ്ങളും അവരുടെ ജീവിതത്തിന്റെ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ലോയർ ആണെങ്കിലും അതിന്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ലംസിലും മറ്റു ഏരിയയിലൊക്കെ നിയമപരമായിട്ട് ജീവിക്കുന്ന, നിയമത്തിനെതിരെയായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് കുട്ടികളുടെയൊക്കെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അതിന്റെ ഡയറക്ടറായിട്ടൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ക്ലിയർ? How did the couple help derelict adolescents to lead normal lives? അല്ലെ, ഇനി ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള വഴിതെറ്റിയ അഡോളസൻസ് കുട്ടികളെ എങ്ങനെയാണ് അവർ നല്ല ലൈഫിലോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ്, എങ്ങനെയാണ് അവരെ വീണ്ടും ഒരു സാധാരണ ജീവിതത്തിലോട്ട്, ഒരു നോർമൽ ജീവിതത്തിലോട്ട് എങ്ങനെയാണ് ഇവർ വീണ്ടും അവരെ നയിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യം. The couple took derelict adolescents from the juvenile courts. juvenile courtsൽ പോയിട്ട് അല്ലെ, juvenile courtsലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികളെ അല്ലെ, വഴിതെറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള കുട്ടികളെ, കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വഴിതെറ്റിപ്പോയിട്ടുള്ള കുട്ടികളെ അവിടെ നിന്നും കണ്ടുപിടിച്ചിട്ട് പ്ലേസ്ഡ് ഇൻ ഹെൽത്തി എൻവയോൺമെന്റ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലോട്ട് മാറ്റിയിട്ട് they healed them in mind and body and sent them back to the world. എന്നിട്ട് അവിടെ ആ നല്ല അറ്റ്മോസ്ഫിയറിൽ കടന്നിട്ട് അവരുടെ ശരീരവും മനസ്സും ഒക്കെ മാറ്റിയെടുത്തിട്ട് അവരെ വീണ്ടും തിരിച്ച് ഈ ഒരു വേൾഡിലോട്ട് തന്നെ പറഞ്ഞേക്കുന്നു. They were given training in usual handcrafts അല്ലെ. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്താണ്, കൈത്തൊഴിലുകളിൽ നിന്നുള്ള പ്രാക്ടീസും അവർ കൊടുക്കുന്നുണ്ട്. ഇറ്റ് മേഡ് ദം ഫിറ്റ് ടു ആക്ട് എ വർത്തി മെമ്പർ ഓഫ് ദ കമ്മ്യൂണിറ്റി അല്ലെ. ശാരീരികവും സാമ്പത്തികവുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ല മെമ്പറായിട്ട്, വളരെ കമ്മ്യൂണിറ്റിക്ക് സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു വൃത്തിമാനായിട്ട് മാറ്റാൻ അവർ എന്ത് ചെയ്യും, ഈ ഒരു ട്രെയിനിങ്ങും സഹായിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കലിയും മെന്റലിയും സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ഹെൽപ്പും തന്നെ അവരവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ നിലവിലുണ്ട് കേട്ടോ. അതുപോലെ ഒരു സംഘടന തന്നെയാണ് ഇതും. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ജുവല കോഴ്സിൽ പോയിട്ട് പിന്നെ അങ്ങനെയുള്ള ഒരു ജയിലിലോട്ടാക്കും, അവിടെ അതിനെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇങ്ങനെയുള്ള സംഘടനകളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടുത്തെ കുട്ടികളെ താമസിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മള് സർക്കാരിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളില് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും അവരുടെ പഠനത്തോടു കൂടി ഇങ്ങനെ പല രീതിക്കുള്ള കൈത്തൊഴിലുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. What did Cronin mean by the expression the veils parted? അല്ലെ, the veils പാർട്ട് അല്ലെ, മുഖംമൂടി അഴിഞ്ഞു പോവുക എന്നൊക്കെ അല്ലെ, അത് അഴിഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നത്. ദി വെയിൽസ് പാർട്ട് ഹിയർ മീൻസ് ദ റിവീൽഡ് ഐഡന്റിഫൈ ഓഫ് ദ മാൻ അല്ലെ. അതോട് കൂടിയിട്ട് അവിടെ എന്താണ് നമുക്ക് പിക്ചറിൽ കിട്ടുന്നത്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി. അതുവരെ ഒരു മനുഷ്യൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയെങ്കിലും അതോട് കൂടിയിട്ട് നമ്മുടെ ഓതർക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി കിട്ടാണ്. അത് ആരാണെന്നുള്ളത് അവിടെ ആ ഒരു കഥയിൽ അത് നമ്മോട് റിവീൽ ആവുന്നില്ലെങ്കിലും ആ ഒരു മുഖംമൂടി അയിനോട് കൂടിയിട്ട് കറക്റ്റ് ആയിട്ട് ആ വ്യക്തി ആരാണെന്നുള്ളത് നമ്മുടെ റൈറ്റർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് റിവീൽ ആയി കിട്ടുകയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ അറകളാണ് ആ മുഖംമൂടി അഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ അറകളാണ് തുറക്കപ്പെടുന്നത്. ആ മനുഷ്യനെ ഒരേ ഒരു തവണ കണ്ടിട്ടുള്ളൂ. ആ ഒരു മൊമെന്റ് ആ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ ആ മൈൻഡിൽ അങ്ങോട്ട് വരികയാണ്. ഇദ്ദേഹം ചെവിയിൽ ഒരു കാര്യം എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ആ ഓർമ്മകൾ അദ്ദേഹത്തിന് തുറക്കപ്പെടുന്നത്. ക്ലിയർ? ഇത് മറവിയുടെ മുഖംമൂടിയാണ് കേട്ടോ. അത് മറവിയുടെ മുഖംമൂടിയാണ് ഈ അഴിഞ്ഞു പോകുന്നത്. ക്ലിയർ? I was awakened by a loud bang
ബാങ്ങിങ് ഓൺ ദ ഡോർ. ഹു വാസ് ബാങ്ങിങ് ഓൺ ദ ഡോർ? വൈ? ഞാൻ ഉണർന്നത് ആ ഡോർമ മുട്ടുന്ന ആ വലിയ ശബ്ദത്തോട് കൂടിയിട്ടാണ്. ആരുടേതായിരുന്നു ആ ശബ്ദം? ഓക്കെ, എന്തുകൊണ്ട് എന്നൊക്കെയാണ് ചോദ്യം. എ സർജന്റ് ഓഫ് പോലീസ്, അതായിരുന്നു ആ വന്നിരുന്നത്. ഹി കെയിം there to ask the help of the doctor to attend a suicide case. അല്ലെ, എന്തിനായിരുന്നു വന്നിരുന്നത്? ഡോക്ടറുടെ അടുത്തേക്ക് ഒരു സൂയിസൈഡ് കേസിന് അറ്റൻഡ് ചെയ്യാൻ ഒരു സഹായം ചോദിച്ചിട്ടാണ് സർജന്റ് പോലീസ് അവിടെ വന്നിട്ടുള്ള. ഒരു ആത്മഹത്യ കേസിന്റെ ഒരു ഡോക്ടർമാരെ കൊണ്ടുപോകണം. നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടേക്ക് ഈ പറഞ്ഞമാതിരി കൊണ്ടുപോകും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. What did the doctor do to save the life of the young man? What did the doctor do to save the life of the young man? ആ യങ് മാന്റെ ലൈഫ് എങ്ങനെയാണ് ആ ഡോക്ടർ സേവ് ചെയ്തത്? എന്തൊക്കെയാണ് ആ ഡോക്ടർ സേവ് ചെയ്യാൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. At first the doctor began to work of the resuscitation and the continue for an hour. അല്ലെ, ഒരു മണിക്കൂറോളം അദ്ദേഹത്തിന് അങ്ങനെ പുനർജീവൻ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും, പ്രഥമ ശുശ്രൂഷകളൊക്കെ എന്ത് ചെയ്തു? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. എന്നിട്ട് ഒരു മണിക്കൂറോളം അത് കണ്ടിന്യൂ ചെയ്തു. When it became hopeless and he was about to give up his attempt, അങ്ങനെ അത് പ്രതീക്ഷ ഇല്ലാതായപ്പോ അദ്ദേഹത്തിന്റെ ശ്രമം ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ the young man started breathing. ആ യങ് മാൻ എന്താവാണ്? ബ്രീത്ത് എടുക്കാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡുകളിലായിട്ടിലൊക്കെ ബെറ്റർ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാനാണ് സുഖം കേട്ടോ. about to give up his attempt, the young man started breathing. ഓക്കെ, അപ്പൊ മനുഷ്യൻ ആ വ്യക്തി എന്താണ്? ചെറിയൊരു ബ്രീത്ത് എടുക്കാണ്. നമ്മുടെ ബുക്കിൽ അത് ഗാസ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഡിഫിക്കൽട്ട് വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. Then the doctor redoubled his effort and could bring back him to, അല്ലെ, അതോടുകൂടി ഡോക്ടർക്കൊക്കെ എന്ത് വരും? സ്വാഭാവികമായിട്ടും ഒരു ഊർജം വരും അല്ലെ, ഒരു ആത്മവിശ്വാസം വരും. അത് വർക്ക് ചെയ്തതിന്റെ ഇരട്ടി അദ്ദേഹം റിസ്ക് വീണ്ടും എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യാണ്. അവസാനം ആ വ്യക്തിയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, utterly friendless, he had fallen victim to the loose society of the street. അല്ലെ, utterly തീർത്തും ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എന്തിന് ഇരയായി? ഒരു ലൂസ് സൊസൈറ്റി, നശിച്ചു പോയ അല്ലെങ്കിൽ ഒരു നാശം പിടിച്ച ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ലൂസ് സൊസൈറ്റിയുടെ, സ്ട്രീറ്റിന്റെ ഒരു സൊസൈറ്റി, ആ സമൂഹത്തിലോട്ട് എന്ത് ചെയ്തു? അതിലോട്ട് വീണു പോയ ഒരു ഇരയായി മാറി. What does the author means by this statement? ഈ ഒരു വേർഡ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സെന്റൻസ് കൊണ്ട് നമ്മുടെ ഓഥർ എന്താണ് ഉദ്ദേശിച്ചത്? ക്ലിയർ? നോക്കാം. Here the author means that nobody was there to advise and control the young man. അതാണ് അതിന്റെ കറക്റ്റ് മീനിങ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? അവനെ കൺട്രോൾ ചെയ്യാൻ അവൻ അച്ഛനമ്മയും ഓൾറെഡി മരിച്ചുപോയി. അങ്കിൾ ആണെങ്കിൽ ഒരാളുടെ അടുത്ത് കൊണ്ടേയാക്കിയാണ്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ നല്ല വഴിക്ക് നയിക്കാനാണെങ്കിൽ, നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാനോ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ നമുക്ക് ഫ്രണ്ട്സ് വേണം. അതുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നോബഡി വാസ് ദർ ടു അഡ്വൈസ്, ആരും തന്നെ ഇല്ലായിരുന്നു ആ വ്യക്തിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനോ കൺട്രോൾ ദ യങ് മാൻ. അല്ലെ, യങ് ആണ് അല്ലേ, ആ പ്രായത്തിൽ ചെറിയൊരു കൺട്രോൾ വേണം. അപ്പൊ ആ യങ് പ്രായത്തിൽ കൺട്രോൾ ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓക്കെ, സോ ഹി ബിക്കം ദ പാർട്ട് ഓഫ് ദ ബാഡ് സൈഡ് ഓഫ് ദ സൊസൈറ്റി. സ്വാഭാവികമായിട്ടും ബാഡ് സൈഡ് ഓഫ് സൊസൈറ്റിയിലോട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പെട്ടുപോയി. ഹി മെയ്ഡ് കമ്പനി വിത്ത് യൂസ്ലെസ് യൂത്ത്. അദ്ദേഹം എന്ത് ചെയ്തു? വളരെ യൂസ്ലെസ്, ഉപയോഗശൂന്യമായിട്ടുള്ള ആ യൂത്തിന്റെ കമ്പനിയിൽ പെട്ടുപോയി. ആൻഡ് ബിക്കം ടു എൻജോയ് ദ സെൻഷ്യൽ പ്ലഷർ. അല്ലെ, ആ ഒരു ഇതുവരെ അനുഭവിക്കാത്ത ആ മായാലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളിലും ആ ഒരു പ്ലഷറിലൊക്കെ അദ്ദേഹം പെട്ടുപോയി. അതാണ് ഈ ഒരു ലൈന് കൊണ്ട് ഉദ്ദേശിച്ചത്. Then 13th question. Why did the young man try to commit suicide? എന്തുകൊണ്ടാണ് നമ്മുടെ യങ് മാന് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് സാഹചര്യം കൊണ്ടാണ് ആ വ്യക്തി സൂയിസൈഡ് ചെയ്തത്? നോക്കാം. The young man had taken a sum of money from the office for a final gamble. അല്ലെ, എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ലൂസ് സൊസൈറ്റിയിൽ പെട്ടുപോയി. അവിടെ എന്ത് ചെയ്തു?
ഹോഴ്സിന്റെ ഗാംബ്ലിങ്ങിനൊക്കെ പോയി, അല്ലാതെയും പൈസ ചെലവാക്കി. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പണം ഇടപാടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അത് വെച്ച് വീണ്ടും ചെയ്തു. പക്ഷെ അതെല്ലാം ഫെയിലായപ്പോ ലാസ്റ്റ് ശ്രമം എന്ന നിലക്ക് എന്ത് ചെയ്തു, ഷെൽഫിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് വീണ്ടും ആ ലാസ്റ്റ് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു അല്ലെ. യങ് മാൻ ഹാഡ് ടേക്കൻ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ് ഓഫ് ദ ഫൈനൽ ഗാംബ്ലിംഗ് അല്ലെ. ഫൈനൽ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്ത് ചെയ്തു, ഓഫീസിൽ നിന്നും എടുത്തു. ബട്ട് ഹി ലോസ്റ്റ് ഇൻ ദാറ്റ് അറ്റംപ്റ്റ് ഓൾസോ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ആ അറ്റംപ്റ്റിലും എന്തായി, അവൻ എന്ത് ചെയ്തു, ആ അറ്റംപ്റ്റിലും ഫെയിലായി. ഓക്കെ. Why does the author say that it was the best investment he had ever made? അല്ലെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മുതൽ മുടക്ക് ഇതാണ് എന്ന് ഓഥർ പറയാൻ കാരണം എന്താണ്? ഓക്കെ. The author's timely action helped the man to change the vicious life to virtuous life. അല്ലെ, vicious life to virtuous life. ഈ ഒരു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിനാശത്തിൽ നിന്നും പറയുന്നില്ല അല്ലെ, ഒരു മോശം ലൈഫിൽ നിന്നും ഒരു നല്ല ലൈഫിലോട്ട് എന്നൊരർത്ഥം കേട്ടോ. വിഷ്യസ് മീൻസ് എന്താണ്, നശിച്ച അല്ലെ, ഒരു മോശപ്പെട്ട ലൈഫ്. ഓക്കെ. അതിൽ നിന്നും വെർച്ചസ് ആയിട്ടുള്ള, അമൂല്യമായിട്ടുള്ള അല്ലെ, മൂല്യമായിട്ടുള്ള ലൈഫ് അല്ലെ, വളരെ എന്താ പറയാ, നല്ലൊരു ജീവിതത്തിലോട്ട്. ഓക്കെ. അപ്പൊ ഒരു വിനാശ പിടിച്ച ഒരു ലൈഫിൽ നിന്നും വളരെ നല്ലൊരു ജീവിതത്തിലോട്ടാണ് പോയത്. എങ്ങനെ? ഓഥറിന്റെ ടൈമിലി ആക്ഷൻ, സ്പോട്ടിൽ. അതേ പിന്നീട് സഹായിക്കാൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ അവിടെ ആ വ്യക്തിയുടെ ജീവിതം നശിക്കും അല്ലെ. നമ്മൾ ചില സമയത്ത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം കണ്ടില്ല, അതേപോലെ ഓഥേഴ്സിന്റെ ആ ടൈമിലായിട്ടുള്ള ആക്ഷൻ ഹെൽപ്പ് ദ മാൻ ടു ചേഞ്ച് ദ വിഷ്യസ് ലൈഫ് ടു വിർച്വസ് അല്ലെ. അദ്ദേഹത്തിന് വളരെ ഒരു നല്ല ലൈഫിലോട്ട്, ആ നശിച്ച ലൈഫിൽ നിന്നും വളരെ അമൂല്യമായിട്ടുള്ള ഒരു ലൈഫിലോട്ട് അദ്ദേഹത്തെ എത്തിച്ചത് നമ്മുടെ ഓഥറിന്റെ ആ സമയത്ത് അദ്ദേഹം കൊടുത്ത ആ ഒരു ടൈമിൽ കൊടുത്തിട്ടുള്ള ഒരു സഹായമാണ്. ക്ലിയർ? Then the 15th question, this surgeon, the landlady and the narrator helped the young man. അല്ലെ, നമ്മുടെ സ്റ്റോറിയില് ഓഥറാണ് കഥ എഴുതുന്നത്. അപ്പൊ ഓഥറെ സഹായിച്ച് മാത്രം നമ്മൾ കൂടുതൽ വലുതാക്കി പറയുന്നുള്ളെങ്കിൽ പോലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാളുകളും വ്യക്തമായിട്ട് സഹായിച്ചുകൊണ്ടാണ് അല്ലെ. പോലീസുകാരനോട് കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തോണ്ടാണ് അല്ലെ, പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട അല്ലെ. അപ്പൊ കറക്റ്റ് സമയത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തോണ്ട് മാത്രം രക്ഷപ്പെടില്ല, ആ വ്യക്തിക്ക് ജോലി കിട്ടുന്നവരെ താമസിക്കണം. അതിനാൽ ലാൻഡ് ലേഡി ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടാണ് അല്ലെ. അതേപോലെ ഈ ലാൻഡ് ലേഡി ഫ്രീ ആയിട്ട് കൊടുത്തു, പോലീസുകാരന് കേസൊന്നും ഒഴിവാക്കിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഷെൽഫിൽ പൈസ തരുമ്പോ വക്കീല് പൈസ കണ്ടില്ലേ, സ്വാഭാവികമായിട്ടും കേസ് കൊടുക്കും. അപ്പൊ അവിടെ കറക്റ്റ് സമയത്ത് പൈസ വെക്കാൻ ഡോക്ടറും സഹായിച്ചു. മൂന്നാളും മൂന്നാളും ഒരേ തട്ടിലുള്ള സഹായം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. നോക്കാം, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നമുക്ക് ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. പേഴ്സൺ ഹു ഹെൽപ്ഡ് അല്ലെ, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. പേഴ്സൺ ഹു ഹെൽപ്ഡ്, ഹൗ ദേ ഹെൽപ്ഡ്, ദ റിസ്ക് ഇൻവോൾവ്ഡ്. പേഴ്സൺ ഹു ഹെൽപ്ഡ് മിസ്റ്റർ ജോൺസ് അല്ലെ, മിസ്റ്റർ ജോണിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണിത്. എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്തത്, ആ ഹെൽപ്പ് ചെയ്തപ്പോ അവരെടുത്ത റിസ്കും. ക്ലിയർ? ഫസ്റ്റ് വൺ, സർജൻ അല്ലെ. സർജൻ എന്താ ചെയ്തത് നോക്കാം. The surgeon resolved to make no report up on the cases അല്ലെ. സർജൻ ഏത് ചെയ്തു, അവിടെ സൂയിസൈഡ് കേസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. സർജന്റെ സ്വന്തം റിസ്കിൽ എന്ത് വന്നെങ്കിലും ജോലിയെ ബാധിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് സ്വന്തം റിസ്കിൽ ആ കേസ് റിപ്പോർട്ട് ചെയ്തില്ല. റിസ്ക് എന്തായിരുന്നു, സർജന്റെ അടുത്ത റിസ്ക് എന്തായിരുന്നു, ഹി മേ ലോസ് ഹിസ് ജോബ് അല്ലെ. അതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജോലി തന്നെ നഷ്ടപ്പെടും അല്ലെ. ഓക്കെ, ദെൻ നമ്മുടെ ലാൻഡ് ലേഡി അല്ലെ. ദ ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ ബോർഡ് ഫോർ ഹിം ടു സ്റ്റേ അല്ലെ. എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം, അദ്ദേഹത്തിന് ജോലി കിട്ടുന്നവരെ, ആ വ്യക്തിക്ക് ജോലി കിട്ടുന്നവരെ ഫ്രീ ആയിട്ട് താമസിക്കാൻ സമ്മതിച്ചു. ലാൻഡ് ലോഡി വോൺ ഗെറ്റ് എ മന്ത്സ് റെന്റ് അല്ലെ. സ്വാഭാവികമായിട്ടും ഒരു പക്ഷെ ആ ലാൻഡ് ലേഡിക്ക് മാസം കിട്ടുന്ന നല്ലൊരു വരുമാന മാർഗമാണ് അതോടുകൂടി ഇല്ലാതായത് അല്ലെ. പിന്നെ ലാൻഡ് ലേഡിക്ക് അയാൾക്ക് ജോലി കിട്ടുന്നവരെ മന്ത്ലി അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവില്ലല്ലോ, അതൊരു ലോസ് അല്ലേ. അപ്പൊ ആ റിസ്ക് ആണ് ലാൻഡ് ലേഡി എടുത്തത്. ഓക്കെ, ദെൻ ദ നരേറ്റർ, നമ്മുടെ നരേറ്റർ എന്താ ചെയ്തത്, ദ നരേറ്റർ ഗേവ് ഹിം 7 pounds 10 shillings ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ് അല്ലെ. ഓഫീസ് സേഫിൽ വെക്കാൻ വേണ്ടിയിട്ട് 7 pounds 10 shillings
കൊടുത്തു അല്ലെ. നമ്മളിങ്ങനെ ചാപ്റ്റർ നല്ലപോലെ ചാപ്റ്റർ കണ്ട ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആക്ടിവിറ്റീസ് ഒക്കെ സുഖമായിട്ട് ചെയ്യാൻ കഴിയും. ഈ ആക്ടിവിറ്റീസ് നല്ലപോലെ ചെയ്ത ആൾക്ക് ആക്ടിവിറ്റിയും ചാപ്റ്ററും കൂടെ ചെയ്ത ആൾക്ക് പിന്നീട് നോക്കിയേ വേണ്ട, എന്ത് ഈ ഒരു ചാപ്റ്റർ ഭാഗം എന്ത് വന്നാലും എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും അല്ലെ. അതിന് കോൺവെർസേഷൻ ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയും. ഇങ്ങനെയുള്ള ഇതൊക്കെ ആ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അല്ലെ. ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് മോഡൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇദ്ദേഹത്തിന്റെ റിസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ലോസ് ഓഫ് 7 pounds and 10 shillings അല്ലെ. ഇദ്ദേഹം ആ സമയത്ത് യങ് ഡോക്ടറാണ് അല്ലെ, ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്ത് വരുന്നുള്ളൂ അദ്ദേഹം അല്ലെ. അപ്പൊ ഒരു വലിയൊരു സാമ്പത്തിക ഉള്ള ഒരു ഹൈ റിച്ച് ലെവലിലോട്ട് പോയ ഡോക്ടർ ആയിട്ടില്ല. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് ഇതൊരു വലിയൊരു എമൗണ്ട് തന്നെ ആയിരിക്കാം അല്ലെ. സോ ലോസ് ഓഫ് 7 pounds and 10 shillings അദ്ദേഹത്തിന് അവിടെ നഷ്ടമാണ്, അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ 3 റിസ്ക് ഇവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റിസ്ക് എടുത്തുകൊണ്ട് ഇവർ 3 ആളൊരു വലിയ 3 സഹായമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സഹായം കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ കൊണ്ട് നടക്കുന്നതും ഇങ്ങനെയുള്ള വഴിതെറ്റിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയൊരു സംഘടന കൊണ്ട് നടന്ന് 10-15 വർഷത്തോളമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കുന്നതും. ക്ലിയർ? സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എല്ലാവരും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ക്ലാസ് കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം.